ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വി നെക്കിന് ഒപ്പം ഒരു അല്പം പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു കുർത്തിയാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അത് മാത്രമല്ല, ഇത് ഫീഡിങ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ടോപ്പിൻ്റെ മെയിൻ പാർട്ട് വരുന്നത് ഇതാണ്. റോസ് കളറിൽ കണ്ട നെറ്റ്, അതായത് പിങ്ക് കളറിൽ കണ്ട ആ ഒരു നെറ്റാണ് നമ്മൾ ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അധികം ഹൈറ്റ് ഒന്നും ഇല്ലാത്തൊരു കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ദുപ്പട്ടയ്ക്ക് ഒരല്പം ഇറക്കം നോർമലിൽ നിന്നും ഇച്ചിരി കുറച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വിട്ടും നെറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര വിട്ടായിരുന്നു. അപ്പം നമ്മൾ വിട്ടും ഒരല്പം കുറച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മൾ ഈ നെറ്റിൻ്റെ സൈഡുകളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഇതിൽ കസ്റ്റമറിന് പ്രത്യേകിച്ച് റിക്വയർമെൻറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ആൾ നമ്മുടെ ഒരു ഇഷ്ടത്തിന് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു, നെറ്റ് നമ്മൾ പ്ലെയിൻ ആയിട്ട് ഇടുന്നതിലും നല്ലത് ഒരു ലേസ് കൂടി അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാകും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ടോപ്പിൻ്റെ ആ ഒരു കളറിലെ ലേസാണ് നമ്മൾ നമ്മുടെ നെറ്റിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഷോളിൽ നമ്മൾ ലേസൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെയാണ് വരുന്നത്. ഒരു 4 ഇഞ്ച് വിട്ട് വരുന്ന ഒരു ലേസാണ് നമ്മുടെ ഷോളിൻ്റെ അറ്റത്തായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ടോപ്പ് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം എ ലൈനായിട്ടാണ് ടോപ്പ് വരുന്നത്. അതേപോലെ തന്നെ വീനെക്കും വീലിൽ താഴ്ഭാഗത്തായിട്ട് കുറച്ച് പ്ലീറ്റ്സ് പോലെയും വരുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഫ്രണ്ട് പീസ് മാത്രമായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം നമ്മുടെ ഈ ഒരു ടോപ്പിന് ഫീഡിങ് ഓപ്ഷൻ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ആദ്യം ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ്. ഷോൾഡർ ഞാനൊരു 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്തു. ആം ഹോൾ ഷോൾഡറിൽ നിന്ന് 7 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചെസ്റ്റ് ഒക്കെ മാർക്ക് ചെയ്യാം. ഈ ഒരു ഡ്രസ്സിന് കസ്റ്റമറിൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നത് 38 ആണ്. അപ്പോൾ 38നെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 9.5 അതേ പ്ലസ് ഹാഫ് ഇഞ്ച് ലൂസ് 1 ഇഞ്ച് സീം അലവൻസും കൂടെ ആകുമ്പം 11 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് ഭാഗത്തായിട്ട് മാർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ 1 ഇഞ്ചും കൂടെ കൂട്ടുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഫീഡിങ് സിബ് വെക്കാനായിട്ട് 1 ഇഞ്ചും അതേപോലെ തന്നെ വി നെക്കിൻ്റെ പോർഷനിലായിട്ട് നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു പ്ലീറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും അങ്ങനെ 2 ഇഞ്ച് ഞാൻ ടോട്ടലിൽ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് 13 ഇഞ്ചാണ് ചെസ്റ്റിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഞാൻ മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വേസ്റ്റ് സൈസാണ്. അപ്പോൾ നമ്മൾ 13ആണ് ചെസ്റ്റ് മാർക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് 12 ഇഞ്ച് വേസ്റ്റിൽ മാർക്ക് ചെയ്യാം. പിന്നീട് താഴേക്ക് നമ്മൾ എ ലൈനായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ മാർക്കിംഗ് കൊടുക്കുന്നില്ല. വേസ്റ്റ് പാർട്ടിൽ നിന്ന് നേരെ നമ്മൾ കർവ് ചെയ്ത് താഴേക്ക് എ ലൈൻ പോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഞാൻ ഷോൾഡറിൽ 1 ഇഞ്ച് കൂടി ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ ഫീഡിങ് സിബ് വെക്കുന്നതിനായിട്ടുള്ള കട്ടിങ്സ് വരും. അപ്പം നമ്മൾ അടിച്ച് വരുമ്പോഴത്തേക്കിനും 1 ഇഞ്ചോളം നമുക്ക് കുറവ് വരും. അപ്പം ആ 1 ഇഞ്ചാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ അഡീഷണലായിട്ട് കൊടുത്തത്. അപ്പം ഞാനത് ആദ്യമേ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടാമത് ഞാനത് മാർക്ക് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ നെക്കാണ്. നെക്ക് വരുന്നത് വി ആയിട്ടാണ് വരുന്നത്. അപ്പം ആ ഒരു വിയുടെ താഴെ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയ കുറച്ച് പ്ലീറ്റ്സ് കൂടിയുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം നെക്കിൻ്റെ ഇറക്കം 7 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. വി നെക്കാണ്, പക്ഷേ താഴത്തെ പോർഷൻ അല്പം ക്ലോസ്ഡ് ആയിട്ട് വരുന്നത് കൊണ്ടാണ് ഞാൻ 7 ഇഞ്ച് ഇറക്കം കൊടുക്കുന്നത്. നമ്മൾ നോർമൽ വി നെക്ക്, അതായത് കോളർ പോലെയൊന്നും വരാത്ത സാധാ വി നെക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് 7 ഇഞ്ച് ഒരു 38 സൈസിന് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഞാൻ വിട്ട് കൊടുക്കുന്നത് 4.5 സാധാരണ നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും 3.5 ഇഞ്ചാണ്. ഇതിന് ഞാൻ 4.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമ്മുടെ നെക്കിൻ്റെ വി വരുന്ന ഭാഗത്തായിട്ട് 1 ഇഞ്ചോളം ഞാൻ ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 7 ഇഞ്ചിൽ 1 ഇഞ്ച് ഉള്ളിലേക്ക് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്.
അടുത്തതായിട്ട് ഞാൻ 4.5 ഇഞ്ചിനെയും അതേപോലെ തന്നെ 7 ഇഞ്ചിൽ ഉള്ളിലേക്ക് എടുത്ത ആ ഒരു 1 ഇഞ്ചിനെയും കൂടി ഒന്ന് ജോയിൻ്റ് ചെയ്ത് നമ്മുടെ വി പോലെ നെക്കാക്കുകയാണ്. അപ്പം ഈ ഒരു പാർട്ടിൽ നമ്മൾ വരുമ്പോഴത്തേക്കിനും താഴത്തെ ഭാഗത്തിന് വിക്ക് പകരം അവിടെ ഒരു ചെറിയൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാർട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കട്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ആ നെക്ക് വരുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഇപ്പം നമ്മൾ കൊടുത്തത് നെക്കിൻ്റെ പാർട്ടാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് നമ്മുടെ സിപ്പേഴ്സ് ഫീഡിങ് സിപ്പർ വെക്കാനുള്ള മാർക്കിംഗ് ആണ്. അതായത് അവിടെ ഒരു കട്ടിങ് വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നോർമലി നമ്മളൊരു 38 സൈസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 8 ഇഞ്ച് ഗ്യാപ്പിൽ കൊടുത്താൽ മതിയായിരിക്കും 2 സിബുകൾ തമ്മിൽ. അപ്പോൾ ഇവിടെ നമുക്ക് നെക്കിൻ്റെ പോർഷനിൽ കുറച്ച് പ്ലീറ്റ്സ് കൂടി വരുന്നത് കൊണ്ട് നമ്മളതൊരു 6 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ താഴെ വരെ ഒരേ രീതിയിൽ കട്ട് ചെയ്യുവാണ്. ഇനി താഴെ വരെയുള്ള കട്ടിങ്ങിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വേസ്റ്റിൽ ഒരു കട്ടിങ് കൊടുത്തിട്ട് സിപ്പേഴ്സ് അവിടം വരെ വേസ്റ്റ് വരെ എത്തത്തക്ക രീതിയിൽ മാത്രമായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അപ്പം താഴേക്കുള്ള ഭാഗം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എ ലൈൻ അല്ലെങ്കിൽ അംബ്രല്ല സ്കേർട്ടൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി എ ലൈൻ കട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അടുത്തത് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യുകയാണ്. ആം ഹോളും നമ്മൾ ഒരു 7.5 ഇഞ്ച് തന്നെയാണ് ആം ഹോളും കൊടുക്കുന്നത്. അതിനുശേഷം മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, 38 അപ്പോൾ നമുക്ക് 9.5 വരുന്നത്. പ്ലസ് 1/2 ഇഞ്ച് ലൂസ്, 1 ഇഞ്ച് സീം അലവൻസ് കൂടെ ചേർത്ത് നമ്മൾ 11 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ചെസ്റ്റ് പാർട്ടിൽ. ഇനി താഴേക്ക് വരുമ്പോഴത്തേക്കിനും 11 എന്നുള്ളത് 10 ഇഞ്ചാണ് വേസ്റ്റ് വരുമ്പോൾ. അത് നോർമലി നമ്മുടെ സൈസ് ചാർട്ട് ബേസ് ചെയ്ത് വരുമ്പം 11 ചെസ്റ്റ് ഉള്ള ഒരാൾക്ക് 10 ആയിരിക്കും വേസ്റ്റ് വരുന്നത്. താഴേക്ക് വരുമ്പോൾ അതായത് നമ്മുടെ ഹിപ്പ് ലൈനിലേക്ക് വരുമ്പം 12 ഇഞ്ചുമായിരിക്കും പൊതുവെ വരുന്നത്. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്ത് ആവുന്നതുകൊണ്ടാണ് കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ അല്പം സ്പീഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മാർക്ക് ചെയ്ത ഭാഗത്തൂടെ കട്ട് ചെയ്ത് വിടാം. അടുത്തത് ഞാൻ മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ബാക്കിലെ ടക്കാണ്. അപ്പം നമ്മൾ ലൈനിങ്ങിലാണ് ടക്ക് മാർക്ക് ചെയ്യുന്നത്. മുകളിൽ നിന്ന് 11 ഇഞ്ച് ഇറക്കത്തിലും സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് വിട്ടുമാണ് ഞാൻ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ടക്കിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെയുള്ള ഇറക്കം എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. ഈ 8 ഇഞ്ച് എന്നുള്ളത് ആളുകളുടെ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് വേരിയേഷൻ വരും. അപ്പം ഇത് അധികം ഹൈറ്റ് ഇല്ലാത്ത ഒരാളാണ്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 8 ഇഞ്ച് കൊടുത്തത്. അപ്പോൾ അടുത്തായിട്ട് ഞാൻ ഇൻവിസിബിൾ സിപ്പർ വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ മിഷൻ്റെ ഫൂട്ടർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ ഫൂട്ടറും അതുപോലെ തന്നെ ഇൻവിസിബിൾ സിപ്പേഴ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് സിംഗിൾ ഫൂട്ടറും ആണ് വേണ്ടത്. സിംഗിൾ ഫൂട്ടർ നമുക്ക് ലെഫ്റ്റും റൈറ്റും അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഏത് സൈഡാണോ വശം അതിനനുസരിച്ച് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ നമ്മുടെ ഇൻവിസിബിൾ സിപ്പറ് സ്റ്റിച്ച് ചെയ്യുകയാണ്. ആദ്യം ഒരു റഫ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാൻ നമ്മുടെ സിപ്പറിൻ്റെ ട്രാക്കിനോട് ചേർത്ത് അടിക്കുന്നത്. അപ്പം ഇതിന് മുൻപായിട്ട് നമ്മൾ നമ്മുടെ പീസുകളിൽ എവിടുന്ന് എവിടം വരെ നമുക്ക് ഇൻവിസിബിൾ സിപ്പേഴ്സ് വേണം എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ 2 പീസിലും അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ ഡിഫറൻ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആദ്യം നമ്മുടെ നല്ല ക്ലോത്തിലേക്കാണ് നമ്മുടെ സിപ്പ് ബാക്ക്വേർഡ് അറ്റാച്ച് ചെയ്യുന്നത്. അതിനുശേഷം ഇതേപോലെ ലൈനിങ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അടിച്ചിട്ടാണ് പുറകിലേക്ക് മറിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോർമലി ഇൻവിസിബിൾ സിപ്പേഴ്സ് വെക്കുന്നത്. ഇൻവിസിബിൾ സിപ്പേഴ്സ് വെക്കുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുക. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗം വേണ്ട, നെക്കിൻ്റെയാണ് കാണാൻ താല്പര്യമുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പം ഞാൻ അടിച്ചതിന് ശേഷം നമ്മുടെ ലൈനിങ് ബാക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ആ ഒരു ഡ്രസ്സിൻ്റെ സെൻറ്റർ പീസിലേക്ക് നമ്മൾ സിബിൻ്റെ മറ്റേ വശം അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നല്ല ക്ലോത്തിലേക്ക് നമ്മുടെ സിബ് അറ്റാച്ച് ചെയ്യുന്നു. അതിനുശേഷം ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം ലൈനിങ് ബാക്കിലേക്ക് മറിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പം ഞാൻ നമ്മുടെ ഇൻവിസിബിൾ സിപ്പർ ഒരു സൈഡിലും അതേപോലെ തന്നെ സെൻറ്റർ പീസിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ക്ലോസ് ചെയ്ത് കാണിക്കാം. അപ്പം നമുക്ക് ഇതേപോലെയാണ് വരുന്നത്. നമ്മൾ സിപ്പ് ഒരു സൈഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കുള്ള ഭാഗത്തിലേക്ക് നമ്മൾ ഇതേപോലെ അതായത് നല്ല ക്ലോത്തുകൾ തമ്മിൽ ചേർത്തും ലൈനിങ്ങുകൾ തമ്മിൽ ചേർത്തും പിടിച്ചിട്ടാണ് അടിച്ച് ആ ഒരു ഭാഗം നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ താഴത്തെ ഭാഗം, അതായത് സിബ് കഴിഞ്ഞ് താഴേക്ക് വരുന്ന ഭാഗവും അടിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ അടിക്കാനായിട്ട് നമുക്കൊരല്പം ഡിഫിക്കൽട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരേ ലെവലിലൊക്കെ പിടിച്ച് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ, അതായത് നമ്മുടെ നല്ല വശത്തു നിന്ന് നോക്കുമ്പോൾ തുടിഞ്ഞ് കിടക്കാനോ അല്ലെങ്കിൽ ചുളിവുകൾ വരാനോ ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പം നമ്മൾ നീറ്റായിട്ട് പിടിച്ച് ശ്രദ്ധിച്ച് വേണം ഈ ഒരു ഭാഗം അടിക്കാനായിട്ട്. അപ്പം നമ്മൾ ഈ ഒരു ഭാഗം അടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ അടിച്ചതിന് ശേഷം ഞാൻ നമ്മുടെ നല്ല ക്ലോത്തും അതേപോലെ തന്നെ ലൈനിങ്ങിൻ്റെയും ആ ഷോൾഡർ ഭാഗം തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുവാണ്. അങ്ങനെ നമ്മൾ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ആ ഒരു ഭാഗം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ധാരാളം ചുളിവുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് സിബ് വെച്ചതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ സിബ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ വീനക്ക്, അതായത് നമ്മുടെ ലൈനിങ്ങിൻ്റെയും നല്ല തുണിയുടെയും ആ വീനക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചൊന്ന് എടുക്കുകയാണ്. എന്നിട്ട് വേണം നമുക്ക് ആ സെൻറ്ററിൽ പ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ. അടുത്തായിട്ട് നമ്മൾ സെൻറ്ററിൽ പ്ലീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് മാത്രം സെൻറ്ററിൽ വന്നാൽ മതിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ചാണ് പ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഭാഗവും നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. ഞാൻ നമ്മുടെ ആം ഹോൾ ഭാഗം ലൈനിങ് നല്ല ക്ലോത്തും കൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുവാണ്. ഇത് എനിക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പുകളൊക്കെ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ചെറുതായിട്ടൊക്കെ തുടിഞ്ഞ് കിടക്കുന്നതും എക്സസ് കിടക്കുന്നത്, അതായത് അഡീഷണലായിട്ട് കിടക്കുന്ന ക്ലോത്തൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ നെക്കിൽ പാച്ച് വെക്കാനുള്ള ക്ലോത്ത് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം അത് നമ്മൾ നെക്കിൽ വി പോലെയാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 3 ഇഞ്ച് വിട്ടിൽ 2 പീസ് കട്ട് ചെയ്യുന്നുണ്ട്. അതായത് 2 സൈഡിൽ നിന്നും കൊടുക്കാനായിട്ടാണ് ഞാൻ 2 പീസ് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നത്. ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പീസിനെ നമ്മളൊന്ന് 2ആയിട്ട് മടക്കിയിട്ട് സൈഡിൽ കൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. മെറ്റീരിയലിന് അത്യാവശ്യം കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റിഫ് ആഡ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്നത് തീരെ കട്ടി കുറഞ്ഞ അല്ലെങ്കിൽ ഭയങ്കര തിന്നായിട്ടുള്ള ക്ലോത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു 1 ഇഞ്ച് വിട്ടിൽ സ്റ്റിഫ് കട്ട് ചെയ്ത് എടുത്ത് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ഫോൾഡ് ചെയ്ത് മടക്കി അടിച്ച് എടുക്കാവുന്നതാണ്. നമ്മൾ ആ വി നെക്കിലേക്ക് ഇപ്പോൾ ഈ അടിച്ച ഭാഗം ചേർത്ത് വെച്ചത് ഇതേപോലെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ നല്ല വശത്ത് വേണം ഈ ഒരു ക്ലോത്ത് വെച്ച് അടിക്കാനായിട്ട്. കട്ടിങ്ങിൻ്റെ താഴെ എത്തിയതിന് ശേഷം ഒരു 1/2 ഇഞ്ച് താഴേക്ക് വന്നതിന് ശേഷം ലോക്ക് ചെയ്ത് നമുക്ക് നിർത്താവുന്നതാണ്. അതിനുശേഷം ഒരല്പം താഴേക്ക് ഇറക്കിയതിന് ശേഷം വേണം ഇതേപോലെ കട്ട് ചെയ്യാനായിട്ട്. വശവും നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ശേഷം ഞാൻ ഇതേപോലെ നമ്മുടെ ആ എഡ്ജ് ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഇങ്ങനെ കട്ട് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ നൂല് കട്ടായി പോകരുത്. അതേപോലെ തന്നെ നമ്മൾ എവിടെ കൊണ്ട് അടിച്ച് നിർത്തിയോ അതിൻ്റെ താഴേക്കും ഈ കട്ടിങ് പോവാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഫ്രണ്ടിൽ നമ്മൾ താഴേക്ക് എക്സസ് ഇട്ട ക്ലോത്ത് ഇതേപോലെ ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം നമ്മുടെ വി നെക്കൊന്ന് ലെവൽ ചെയ്യുക. അതിനുശേഷം ഈ തയ്യൽ തുമ്പ്, നമ്മൾ ആ കട്ട് ചെയ്തതിന് മുകളിലേക്ക് കിടന്ന ആ തയ്യൽ തുമ്പ് ഈ വിയുടെ ഭാഗത്തേക്ക് ചേർത്ത് വെച്ച് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ച് എടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ താഴെ ഭാഗം ഇതേപോലെ അടിച്ചതിന് ശേഷം മാത്രമേ എക്സസ് കിടക്കുന്നത് കട്ട് ചെയ്ത് കളയാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമ്മൾ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെയാണ് സ്റ്റിച്ചിങ് വരുന്നത്. അതിനുശേഷം നമ്മുടെ ആ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗത്തുകൂടെ ഞാൻ ഇതേപോലെ നമ്മൾ നെറ്റിൽ അറ്റാച്ച് ചെയ്ത ആ ഒരു ലേസ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മാത്രം മതിയാവും. എങ്കിലും നമുക്കൊരു ഫിനിഷിങ് കൊടുക്കാനായിട്ട് വേണമെങ്കിൽ ഇതുപോലുള്ള ലേസുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നത്.
ചെയ്യാനായിട്ട് പോകുന്നത് ബാക്ക് നെക്കിന് വേണ്ടിയിട്ടുള്ള സ്റ്റിഫ് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് സ്കെയിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു 3 ഇഞ്ചും 2.5 അല്ല 3 ഇഞ്ച് ഇറക്കമാണ് ബാക്ക് നെക്കിന് കൊടുക്കുന്നത്. അത് കസ്റ്റമറിൻ്റെ ആവശ്യാനുസരണം നമ്മൾ നൽകേണ്ടതാണ്. അതേപോലെ തന്നെ നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ നോർമലി കൊടുക്കാറ് 3.5 ഇഞ്ചാണ്. അതായത് ഓപ്പൺ ചെയ്യുമ്പം 7 ഇഞ്ച്. അപ്പം അങ്ങനെയാണ് ഞാൻ 3.5 മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ ഒരു സ്ക്വയർ വരച്ചതിന് ശേഷം അതിനെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. അതിനുശേഷം ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ അതേ ഷേപ്പിൽ നമ്മൾ ഒന്നുകൂടി വരച്ചെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇതേപോലെയാണ് നമുക്ക് നെക്ക് കിട്ടുന്നത്. ആ ഒരു പീസ് ഞാൻ ഇതേപോലെ നമ്മുടെ ലൈനിങ് ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ എക്സസ് ഉള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ആദ്യം നമുക്ക് ഈ ഒരു സൈഡ് നമ്മുടെ ആ ഒരു സ്റ്റിഫിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കാവുന്നതാണ്. അടുത്തായിട്ട് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ബാക്കിലെ ലൈനിങ്ങും അതേപോലെ തന്നെ നല്ല ക്ലോത്തും തമ്മിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ രണ്ടും ഇച്ചിരി ഫ്ലോയി ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ മെഷീനിൽ വെക്കുമ്പം കണ്ടമാനം സ്ലിപ്പായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ 2 ക്ലോത്തും അതായത് ലൈനിങ്ങും നല്ല തുണിയും കൂടെ അതിൻ്റെ ഷോൾഡറും ആം ഹോളും ഒക്കെ അടിച്ചെടുക്കുന്നത്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി അടുത്തതായിട്ട് ഞാൻ അടിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ടക്കിൻ്റെ പോയിൻ്റാണ്. അപ്പോൾ 2 സൈഡിലും നമുക്ക് ടക്ക് ഇതേപോലെ നീറ്റായിട്ട് പിടിച്ച് അടിച്ചു കൊടുക്കാവുന്നതാണ്. ടക്ക് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ മെയിൻ ക്ലോത്തിൽ ചുളിവുകളോ എന്തെങ്കിലും വലിച്ചിലോ ഒക്കെ വരാതെ വേണം, ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ടക്ക് അടിച്ചതിന് ശേഷം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ ഷോൾഡറിൻ്റെ സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് ശേഷമാണ് നമ്മുടെ സ്റ്റിഫ് നമ്മളിതിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. സെൻറ്റർ കാണാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒരു കട്ടിങ് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല, വേണമെങ്കിൽ നമ്മുടെ പേൾ പിൻസൊക്കെ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാവുന്നതുമാണ്. അപ്പം ഞാനിത് വലിയ ഇറക്കമില്ലാത്ത നെക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് സെൻറ്ററിൽ കൂടെ ഒരു അടുപ്പ് കൊടുത്തതിന് ശേഷം നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ അടിച്ച് ബാക്കി എക്സസ് ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ തയ്യൽ തുമ്പിൽ ഞാൻ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇങ്ങനെ കട്ടിങ്സ് ഇട്ട് കൊടുത്താൽ മാത്രമേ നമ്മുടെ നെക്ക് നല്ല ഷേപ്പിൽ ബാക്കിലേക്ക് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കട്ടിങ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പലയിടത്തും തുമ്പ് ചാടി നിൽക്കുക, അതായത് നമ്മുടെ ആ ഒരു സ്റ്റിഫിൻ്റെ ഫേസൊക്കെ ചാടി നിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കട്ടിങ്സ് കൊടുത്തതിന് ശേഷം തിരിക്കുക. അത് കേർവ് ആയതുകൊണ്ടാണ്, അതായത് വളഞ്ഞ നെക്കുകളൊക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഒരു വി നെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കട്ട് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. ഇനി നമ്മുടെ പ്രൊസീജിയേഴ്സ് എല്ലാം സാധാരണ നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് പോലെ തന്നെയാണ്. ഇനി ഞാൻ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഇവിടെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് വെച്ചതിന് ശേഷം നമ്മുടെ ആ സ്റ്റിഫ് വന്ന ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, അത് നമ്മൾ ബാക്കിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് ഇപ്പം നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ വെച്ചതിന് ശേഷമാണ് അടിക്കുന്നത്. ഇങ്ങനെ അടിക്കുന്നത് കൊണ്ടുള്ളൊരു മെച്ചം എന്ന് പറയുന്നത് നമ്മുടെ ആ ഷോൾഡറിലെ സ്റ്റിച്ചിങ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു തയ്യൽ തുമ്പ് പുറത്തേക്ക് തള്ളി വരാതെ ഇരിക്കും. അത് ആ ഒരു നമ്മുടെ ആ ഒരു സ്റ്റിഫിൻ്റെ ആ ഒരു പേപ്പറിനുള്ളിൽ ഹോൾഡ് ചെയ്ത് ഇരിക്കും. അപ്പം നമ്മുടെ ആ ഒരു നെക്ക് ലൈൻ, അതായത് നെക്ക് ആ റൗണ്ട് വരുന്ന ആ ഒരു നെക്ക് നമുക്ക് നീറ്റായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ ആ നെക്ക് നമുക്ക് ഹെം ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് ലാസ്റ്റ് ചെയ്താലും മതിയാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് പിടിച്ച് കാണിക്കുവാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെക്കിൻ്റെ ഒരു ഔട്ട്ലൈൻ വരുന്നത്. ഇനി അടുത്ത ശേഷം നമുക്ക് ചെയ്യാനായിട്ടുള്ള നമ്മുടെ സ്ലീവ്സാണ്. അപ്പോൾ ഞാൻ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. സ്ലീവ് നീ ലെങ്ത്, അതായത് മുട്ടിന് താഴെയാണ് ഞാൻ സ്ലീവ് ഇറക്കം കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഏകദേശം ഞാനൊരു 14-15 ഇഞ്ചോളം ഇറക്കം ഞാൻ എടുക്കുന്നുണ്ട്. ഒരു 14-15 ഇഞ്ചാണ് ഇറക്കം എടുക്കുന്നത്. അതിനുശേഷം ഞാൻ സ്ലീവ്സ് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുവാണ്. അപ്പം ഈ ഒരു ക്ലോത്തിൽ മെഷീനിലിട്ട് കട്ട് ചെയ്യാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇച്ചിരി സ്ലിപ്പറി ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് തെന്നി പോകാനുള്ള സാധ്യതകളുണ്ട്. ഇനി അടുത്തതായിട്ട് സ്ലീവ്സിൻ്റെ എൻഡിൽ വെക്കാനുള്ള നമ്മുടെ ഒരു ക്ലോത്ത് ഞാൻ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് ഞാൻ ഇച്ചിരി വിഡ്ത്തിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. നമുക്ക് എത്രയും വിഡ്ത്ത് ആവശ്യം വരുന്നില്ല, എങ്കിലും ഞാൻ ഇച്ചിരി വിഡ്ത്തിലാണ് അത് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഒരു ബ്രൊക്കേഡ് മെറ്റീരിയലാണിത്.
അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഞാൻ ഇതേപോലെ ഒന്ന് അടിച്ചിട്ട് പുറത്തേക്ക് ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ്. അപ്പം ഉള്ളിൽ അതായത് റോങ് സൈഡിൽ നല്ല വശം ചേർത്ത് വെച്ചാണ് ഇപ്പം ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതേപോലെ ക്ലോത്ത് മുന്നിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവിടെയും ഒരു ചെറിയ രീതിയിൽ നമ്മുടെ ആ ഒരു ഗ്രീൻ പൈപ്പിംഗ് പോലെ കാണത്തക്ക രീതിയിൽ കൊടുത്തുകൊണ്ട് മേൽക്കാണി അതായത് പുറം സ്റ്റിച്ച് ഞാൻ കൊടുക്കുകയാണ്. അതിനുശേഷം ഇനി മേൽവശം ഞാൻ ഇതേപോലെ ഫോൾഡ് ചെയ്ത് അടിക്കുവാണ്. അപ്പോൾ സ്ലീവിൽ നമ്മൾ ക്ലോത്തൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെയാണ് വരുന്നത്. അതിനുശേഷം ഞാൻ സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ലീവിന് ഞാൻ പാച്ച് വെച്ചതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ആ ഒരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ സൽവാറിലേക്ക് നമുക്ക് നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിന് ഞാൻ ലൈനിങ് വെച്ചിട്ടില്ല. ഞാൻ സ്ലീവിൻ്റെ സെൻറ്ററിൽ ഒരു കട്ടിങ് കൊടുത്തായിരുന്നല്ലോ. അപ്പോൾ ആ കട്ടിങ് നമ്മുടെ ആ ഷോൾഡർ ജോയിൻറ്റിൻ്റെ അവിടെ വെച്ചതിന് ശേഷം മുന്നിലേക്കും പിറകിലേക്കുമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. നോർമലി നമ്മൾ അങ്ങനെയാണ് സ്ലീവ് വെക്കാറ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്ലീവിൻ്റെ നല്ല വശവും നമ്മുടെ ചുരിദാറിൻ്റെ നല്ല വശവും ഫേസ് ടു ഫേസ് അതായത് ടച്ച് ചെയ്ത് നിൽക്കത്തക്ക രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജോയിൻറ്റ് ചെയ്യാനുള്ളത് നമ്മുടെ സൈഡ് ഭാഗമാണ് ജോയിൻറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് സാധാരണ സൽവാറിൻ്റെയൊക്കെ സൈഡ് അടിക്കുന്ന പോലെ തന്നെ നമുക്ക് സൈഡ് ജോയിൻറ്റ് എടുക്കാം. എൻ്റെ ആ ഒരു വീഡിയോ കട്ടായി പോയിട്ടുണ്ട്. അപ്പം നമ്മൾ സ്ലിറ്റൊക്കെ അടിച്ചുകൊണ്ട് നിർത്തുന്നത് പോലെ നമ്മുടെ ഇതിപ്പം എ ലൈനായിട്ടാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം താഴെ വരെ എത്തുന്നതിന് കുറച്ച് മുൻപായിട്ട് നമ്മൾ ബാക്ക് ടാക്ക് ചെയ്ത് അതായത് സ്റ്റിച്ച് ലോക്ക് ചെയ്ത് നമ്മൾ നിർത്തുവാണ്. അതിനുശേഷം ലൈനിങ് സെപ്പറേറ്റ് ആയിട്ടും നല്ല ക്ലോത്ത് സെപ്പറേറ്റ് ആയിട്ടുമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ സൽവാറിൻ്റെ താഴെ ഭാഗം നമ്മൾ കർവ് ചെയ്ത് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇനിയാണ് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ അങ്ങനെ ആദ്യം തന്നെ കട്ട് ചെയ്യാത്തതിൻ്റെ കാരണം നമ്മൾ ഇൻവിസിബിൾ സിപ്പേഴ്സൊക്കെ വെക്കുന്നത് കൊണ്ട് തന്നെ ഫ്രണ്ടിൽ നമുക്ക് 3 പാനലായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ എത്ര ശ്രദ്ധിച്ചടിച്ചെന്ന് പറഞ്ഞാലും താഴെ ഭാഗം കുറച്ച് കയറി ഇറങ്ങിയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ആദ്യമേ കട്ട് ചെയ്യാതിരുന്നത്. നിങ്ങൾ പെർഫെക്റ്റായിട്ട് തയ്ക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ആദ്യമേ തന്നെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ശ്രദ്ധിക്കുക, ലൈനിങ് സെപ്പറേറ്റ് ആയിട്ടും അതേപോലെ തന്നെ നല്ല ക്ലോത്ത് സെപ്പറേറ്റ് ആയിട്ടുമാണ് ഞാൻ ഈ താഴെ ഭാഗം ഒന്ന് കർവ് ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം നമ്മൾ നമ്മുടെ താഴെ ഭാഗം ചെറിയ വീതിയിൽ മടക്കി അടിച്ചെടുക്കുവാണ്. ലൈനിങ്ങിനും അതേപോലെ തന്നെ നല്ല ക്ലോത്തിനും നമ്മൾ വളരെ തിന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഫ്ലോയി ആയിട്ട് കിടക്കുന്ന അതായത് ജോർജറ്റ്, ഓർഗൻസ് അങ്ങനത്തെ മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും തിന്നായിട്ട് ഫോൾഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വീതി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ ചുരുങ്ങിയിരിക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ലൈനിങ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് അടിക്കാം.
നെക്കൊക്കെ hem ചെയ്ത് കഴിയുമ്പം ഇതേപോലെയാണ് നമ്മുടെ സൽവാർ വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത്. നമ്മൾ ചെയ്തത് ടോപ്പും ദുപ്പട്ടയും മാത്രമാണ് ചെയ്തത്. നമ്മൾ ഈ ഒരു ഡ്രസ്സിന് പാൻറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള സ്റ്റിച്ചിങ് വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോയിൽ എന്തൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യണമെന്നും കൂടെ ഉള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും ടാറ്റ ബൈ ബൈ.